UV ബുക്സ് ആരോഗ്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീ എസ് ശ്രീകുമാർ എഴുതി തയ്യാറാക്കിയ ആരോഗ്യക്കുറിപ്പുകളിൽ മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് എന്ന രോഗത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉഷ്ണകാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ്. ത്വക്കും കണ്ണും മഞ്ഞ നിറത്തിലാകുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം. ഇത് കരളിനെ ബാധിക്കുന്ന അസുഖമാണ്. കരൾ സംബന്ധമായ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും രോഗലക്ഷണം മഞ്ഞപ്പിത്തമാണ്. കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് ആദ്യമായി മഞ്ഞ നിറം കാണപ്പെടുന്നു. ഗുരുതരാവസ്ഥയിൽ നഖങ്ങൾക്കിടയിലും മഞ്ഞ നിറം കാണപ്പെടാം. ശരിയായ ചികിത്സാ നിർണയവും ചികിത്സയും ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചില്ല എങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിനും രക്തത്തിൽ ബിലിറുബിൻ 4 മില്ലിഗ്രാം മുതൽ 8 മില്ലിഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടാകുന്നതിന് ഇടവരുത്തുകയും ചെയ്യും. ഇങ്ങനെ രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറത്തു പോകാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായി മൂത്രം മഞ്ഞ നിറത്തിലോ അളവ് കൂടുന്നതിനനുസരിച്ച് ചുവപ്പ് കലർന്ന നിറത്തിലോ കാണപ്പെടും. ക്ഷീണം, തലകറക്കം, ദഹനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ആഹാരത്തിന് രുചിയില്ലായ്മ, ഛർദി, കരളിൻ്റെ ഭാഗത്ത് വേദന എന്നിവ അനുഭവപ്പെടുന്നു. ഹെപ്പറ്റൈറ്റിസ് എ ആണ് കൂടുതലായി കാണപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ വെള്ളത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തമാണ്. പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം, മനുഷ്യ വിസർജ്യത്താൽ മലിനമായ കുടിവെള്ളം എന്നിവ രോഗം നേരിട്ട് പകരുന്നതിന് കാരണമാകുന്നു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക, കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക, സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിവ ആണ് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനായി ചെയ്യാൻ കഴിയുക. ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. രോഗബാധയുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം, ഒരേ സൂചി ഉപയോഗിച്ച് പലർക്ക് കുത്തിവെക്കുക, രോഗബാധയുള്ളവരുടെ രക്തം സ്വീകരിക്കുക, പ്രസവ സമയം അമ്മയിൽ നിന്നും കുഞ്ഞിന് ഒക്കെ ഈ രോഗം പകരുന്നു. ഇത് A, B, C, D, E ഇങ്ങനെ 5 തരത്തിലുണ്ടെങ്കിലും കൂടുതൽ കാണുന്നത് എയും ബിയുമാണ്. എലിപ്പനി പോലെയുള്ള പല മാരക രോഗത്തിനും ലക്ഷണങ്ങൾ ഒന്നുപോലെയായതിനാൽ സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. ഡോക്ടർ വഴി മാത്രം ചികിത്സ നടത്തുവാൻ ശ്രദ്ധിക്കണം. രോഗത്തെ നിസാരവൽക്കരിച്ചാൽ അത് ഗുരുതരമാകുകയും മരണത്തിന് ഇടയാകുകയും ചെയ്യും.